ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു മധുരപലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. മിഠായിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പലഹാരം പുറമേ ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ഫില്ലിങ്ങോട് കൂടിയതുമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മുഴുവനായിട്ടും മൈദയിലോ ഉണ്ടാക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. ആ പൊടികളും ഉപ്പും എണ്ണയും എല്ലാമായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയിൽ മാത്രമാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മൈദ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടും കൂടിയായിരിക്കും ഉണ്ടാവുക. നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർ ഗോതമ്പ് പൊടിയിൽ മാത്രം തയ്യാറാക്കിയെടുക്കുക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താലും ഇതിൻ്റെ പുറം ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും വരിക. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കാതെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക. ഞാനിപ്പോൾ അധികം വെള്ളം ചേർക്കാതെയാണ് ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള കുറച്ച് പഞ്ചസാരയിലോട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 2-3 ഏലക്കയുടെ കുരു കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചു മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് ഞാൻ എടുക്കുന്നത് 3 ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുത്തിപ്പൊടിച്ചിട്ട് കൊടുത്തതാണ്. കാഷ്നട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കാഷ്നട്ടും കിസ്മിസും ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് നെയ്യിലൊന്ന് നല്ല പോലെ വഴറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ക്യാരറ്റിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ ഒന്ന് സോഫ്റ്റായി ആ നെയ്യിലൊന്ന് വഴന്നു വരണം. ഒരു 3-4 മിനിറ്റ് എടുക്കും ഇതുപോലെ ഒന്ന് വഴന്ന് അതിൽ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. അതുവരെ നമുക്ക് ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് 1 കപ്പ് സേമിയാണ് ഇട്ട് കൊടുത്തത്. ഞാനിവിടെ നേർത്ത വറുത്ത സേമിയാണ് എടുത്തത്. വറുത്ത സേമിയാണെങ്കിലും ഒന്നും കൂടി നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയായി ഒന്ന് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാല്, 250 ml കപ്പിന് 1 കപ്പ് പാലും 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാലിൽ തന്നെയും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. നേർത്ത സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 3 മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടി. ഇപ്പോൾ വെന്ത പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ സേമിയ വേവിച്ചപ്പോൾ വെള്ളമോ പാലോ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ തീ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒട്ടും വെള്ളമായി ഇല്ലാതിരുന്നുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ക്യാരറ്റും സേമിയയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി അതിലോട്ട് നേരത്തെ നമ്മൾ പൊടിച്ചു മാറ്റി വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ളൊരു മധുരം മാത്രമേ ഉള്ളൂ. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുമ്പോൾ ഇത് വീണ്ടും ഒന്നും കൂടി നനവുള്ളതായിട്ട് ഒന്ന് ലൂസായിട്ട് വരും. ഒത്തിരി അങ്ങ് നനഞ്ഞ് വെള്ളം ഒഴുകുന്ന പരുവൊന്നും ആകത്തില്ല. നല്ല പോലൊരു നനവുള്ളൊരു മിക്സായിട്ടാണ് വരിക. ഇപ്പോൾ ഇതൊന്ന് പഞ്ചസാരയിലെല്ലാം ഒന്ന് മിക്സായി ഒന്ന് നനവുള്ളതായി വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് തിക്കാക്കരുത്. ഇതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരുന്ന ഒരു പരുവത്തിലൊന്ന് തിക്കാക്കി എടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കിയ സമയം കൊണ്ട് നമ്മുടെ മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് 4 പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ
ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കേണ്ട, എണ്ണ തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ ഒന്ന് പരത്തിയെടുക്കണം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരേ കനത്തിൽ എല്ലായിടവും ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു പാത്രമോ അടപ്പോ വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തീരെ ചെറിയ ടോഫിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ വട്ടം എടുത്താൽ മതിയാകും. ഞാനിപ്പം കുറച്ച് വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ ടോഫിയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മടക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലാതെ സ്പൂണിൽ കോരി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എല്ലാത്തിലും കുറച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഫില്ലിങ്. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ നടുവിലോട്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ടിപ്പ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഒന്ന് വലിച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ ആ ടിപ്പൊന്ന് കൂട്ടാനായിട്ട് ഒന്ന് വലിച്ചിട്ട് കൂട്ടിയതിന് ശേഷം ഇതുപോലൊന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഈ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മൈദയും കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സീലായി കിട്ടുകയും ചെയ്യുന്നതാണ്. ഇനി ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നവരാണെങ്കിൽ സൈഡിൽ കുറച്ച് വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് സീൽ ചെയ്തെടുത്താൽ മതി. നല്ലപോലെ അവിടെ എല്ലാം സീലായി കിട്ടിയിട്ടുണ്ട്. നല്ല ടോഫിയുടെ ഷേപ്പിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഫോർക്കൊക്കെ വെച്ച് ഷേപ്പ് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതുപോലെ ഒന്ന് പിരിച്ചു വെച്ച് കൊടുത്താലും മതിയാകും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡും പ്രസ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. നല്ല എളുപ്പമാണിത് ഉണ്ടാക്കിയെടുക്കാനും. നല്ലപോലെ ടൈറ്റായിട്ട് സീൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കുന്നവർ കുറച്ച് വെള്ളം കൂടി വിരലിലൊന്ന് തൊട്ടിട്ടൊന്ന് സീൽ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ മുഴുവൻ ആ ഒരു പാർട്ട് മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട്, നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുഴിയുള്ള പാനിലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മുങ്ങിക്കിടന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി നിങ്ങൾ പരന്ന പാനൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചുവിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഇട്ട് കൊടുത്ത് പതിയെ ഒന്ന് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അത് എല്ലാ സൈഡും നല്ലപോലെ ഭംഗിയായിട്ട് തന്നെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒത്തിരി സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്താൽ ഇതിങ്ങനെ പൂരി പൊന്തണമാതിരി പൊന്തിച്ച് വരും. അതുകൊണ്ട് കുറച്ചൊന്ന് ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോഴാണ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഒത്തിരി അങ്ങ് കൊമളച്ച് വരാതെയും കിട്ടുക. ഇപ്പോൾ നല്ലൊരു കളറായി. ഞാനിത് കോരി മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മൈദ കൂടി ചേർത്തെടുത്തതുകൊണ്ട് പുറം ഭാഗം അത്ര അങ്ങ് ക്രിസ്പി അല്ല, എന്നാലും ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. നല്ലൊരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ഫില്ലിങ്ങോടും കൂടിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്